ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നല്ല മഴയൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. അപ്പം ഞാൻ മുറ്റത്തൊക്കെ ഇങ്ങനെ നടന്നൊന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ നന്നായിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ഉണ്ട് കുറച്ച് റോഡിൽ കുറച്ചായിട്ട്. അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോയി വരുമ്പോഴേക്കും മഴയൊക്കെ ഒരുവിധം കഴിഞ്ഞായിരുന്നു. പിന്നെ വൈകുന്നേരത്ത് വന്ന് ചായ കുടിച്ച് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴേക്കും വൈകുന്നേരത്താണ് പൈപ്പിൽ വെള്ളം വരുന്നത്. അപ്പോഴേക്കും വെള്ളം വന്നു കേട്ടോ. വെള്ളം വന്നപ്പോൾ ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ പാത്രം കഴുകലും തുണി അലക്കാനൊക്കെ നിന്നു. വെള്ളം വരുമ്പോഴാണ് ചെയ്യാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. കാരണം പറഞ്ഞാൽ വെള്ളം വരുമ്പോൾ അപ്പം തന്നെ പൈപ്പ് കണക്ഷൻ ആയത് കാരണം കൊണ്ട് നമുക്ക് വെള്ളം പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പോൾ അത് കാരണം കൊണ്ട് ആ വെള്ളം വരുന്ന ടൈമിൽ നോക്കി നമുക്ക് എല്ലാവിടെയും പിടിച്ചും വയ്ക്കാം, ബാക്കിയുള്ള പണികളും ചെയ്യാം. അപ്പം ഞാൻ കുറച്ച് ഉള്ളി നേരാക്കി വെച്ചിരുന്നു, ചെറിയ ഉള്ളി കേട്ടോ. അപ്പം ഞാനത് കുറച്ച് സമയം ഫ്രീ ആയി കിട്ടിയപ്പോൾ അതൊക്കെ നേരാക്കി വെച്ചു, നാളെ കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചു കേട്ടോ, നേരാക്കിയിട്ട് കഴുകിയിട്ട്. പിന്നെ കുറച്ച് തുണിയും കൂടി അലക്കാണ്ട്. അപ്പോൾ ഞാൻ വൈകുന്നേരത്താണ് കൂടുതലും തുണി അലക്കുക. കാരണം പിന്നെ രാവിലെ സമയം കിട്ടില്ല, പഠിക്കാൻ പോകുന്ന കാരണം കൊണ്ട് നേരത്തെ പോകണം. അപ്പോൾ വൈകുന്നേരം വന്നിട്ടാണ് ചെയ്യുക. അപ്പം ഞാൻ പാത്രത്തിൽ വെള്ളം പിടിക്കുകയാണ്. നമ്മൾ ബാക്കിക്ക് ഓസ് ഇട്ടിട്ടുണ്ട് പൈപ്പിൽ, പൈപ്പ് വെള്ളം തന്നെയാണിത്. അപ്പോൾ വെള്ളം പിടിക്കുകയാണ്. നമുക്ക് പൈപ്പ് കണക്ഷൻ ആയത് കാരണം കൊണ്ട് ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെയാണ് വെള്ളം വരുള്ളൂ. അപ്പോഴേക്കും ഞാൻ തുണിയൊക്കെ അലക്കി പിഴിഞ്ഞ് വെച്ചു കേട്ടോ. ഇനി നമുക്ക് ഉള്ളടിച്ച് വരണം. അപ്പോഴേക്കും നമുക്ക് സമയമായിട്ടാ, 5-6 മണിയായി. അപ്പോൾ ഞാൻ ഉള്ളടിച്ച് വരികയാണ്. നമുക്കിനി വിളക്ക് വയ്ക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഉള്ളൊക്കെ അടിച്ച് വാരി. അപ്പോഴേക്കും നമുക്ക് വിളക്ക് വയ്ക്കാറായി. അപ്പോഴേക്കും ഞാൻ അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ മേല് കഴുകാൻ പോയി. ഇനി മേലൊക്കെ കഴുകി വന്നിട്ട് നമുക്ക് വിളക്ക് വയ്ക്കാറ് വിചാരിച്ചിട്ട് അങ്ങനെ മേല് കഴുകാനും പോയി. നമുക്കധികം മുറ്റമൊന്നുമില്ല, കുറച്ച് മുറ്റമുള്ളൂ. അത് കാരണം നമുക്കധികം മുറ്റടിക്കാൻ മാത്രം അത്രയ്ക്ക് വരാറൊന്നുമില്ല. ഞാൻ പിന്നെ വിളക്ക് വയ്ക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഒരുവിധം ഇരുട്ടായി കേട്ടോ. നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ അത്യാവശ്യം നമ്മുടെ അകത്തൊക്കെ നല്ല ഇരുട്ട് പോലെ ഉണ്ടാവും. അകത്തേക്ക് അത്ര വെളിച്ചം കിട്ടില്ല. അത്യാവശ്യം നമുക്ക് മഴയൊക്കെ ആയത് കാരണം കൊണ്ട് തീപ്പെട്ടിയൊക്കെ അത്യാവശ്യം തണുത്തിരിക്കുകയാണ്. തീപ്പെട്ടികളൊക്കെ കാരണം കൊണ്ട് കത്താനും ഭയങ്കര പാടാണ്. നമുക്ക് തീയും ഒക്കെ മഴയായതുകൊണ്ട് ചെറിയൊരു നനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വിളക്ക് കൊളുത്തലും കഴിഞ്ഞു. പിന്നെ നമ്മളങ്ങനെ കൊണ്ടുവന്നിട്ട് ഉമ്മറത്ത് വെക്കും കേട്ടോ വിളക്ക്. അത്യാവശ്യം എല്ലാവരും വയ്ക്കും, അപ്പോൾ ഞങ്ങളും ഉമ്മറത്ത് വയ്ക്കും വിളക്ക്. അപ്പോഴേക്കും അത്രയ്ക്ക് ഇരുട്ടൊന്നും ആയിട്ടില്ല. നമുക്ക് വിളക്ക് വയ്ക്കണ കണ്ടപ്പോൾ നമ്മൾ അത്യാവശ്യം ഇരുട്ട് പോലെ തോന്നിയില്ല അകത്ത്. പക്ഷേ പുറത്തേക്ക് അത്ര ഇരുട്ടൊന്നും ആയിട്ടില്ല. ഞാൻ വിളക്ക് വെച്ചതിന് ശേഷമാണ് അപ്പോഴേക്കും കോഴികളൊക്കെ കൂട്ടിൽ കയറി. അപ്പോൾ കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി വന്നതാട്ടാ.
പിന്നെ ഞാൻ വീടിൻ്റെ അടുത്ത് പാടമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഒന്ന് ഇറങ്ങിയതാണ്. അത്രയ്ക്ക് ഇരുട്ടൊന്നും ആയിട്ടില്ല, 6:45 ആയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം 2 ദിവസം മുമ്പൊക്കെ നല്ല മഴയുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ നെല്ലൊക്കെ ഇട്ടിട്ട് മുളച്ച്, ഈ നെല്ലൊക്കെ ഇട്ടിട്ട് ഞാറ് മുളച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവർ പറിച്ച് നട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കണ്ടത്തോളം ഞാറ് നട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വെള്ളം കയറിയതായിരുന്നു കേട്ടോ. എല്ലാത്തിലും വെള്ളം കയറി മൂടി കിടക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ നിറയെ കൂർക്ക വെച്ചിട്ടുണ്ട്. ഇവിടെ കൂർക്ക വയ്ക്കാറുണ്ട് പാടത്ത്. അപ്പോൾ ഈ സീസൺ ആവുന്ന സമയത്ത് കൂർക്ക വയ്ക്കും, ചിലവർ നെല്ലും ഇടും. അപ്പം ഞാനും ഇങ്ങനെ വെള്ളം എത്ര വരെ ആയി നോക്കാൻ വേണ്ടി ഇങ്ങനെ പാടത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം ഞാൻ ചോറ് കഴിക്കാറില്ല. അപ്പോൾ ഈ സാലഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ചെയ്യാറ്, കാരണം പറഞ്ഞാൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുക്കുംബർ ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് ചീകിയെടുത്തു. നമുക്ക് അരിഞ്ഞും കഴിക്കാം. അപ്പം ഞാൻ ഒരു ഇടയ്ക്ക് ഇങ്ങനെയും ചെയ്യും, ഇടയ്ക്ക് സമയമില്ലാത്ത സമയത്ത് പെട്ടെന്ന് അരിഞ്ഞ് മുറിച്ച് കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഓട്സ് കഴിക്കും, ചിലപ്പോൾ ഇത് കഴിക്കും, അങ്ങനെയാണ് ചെയ്യുക. പിന്നെ കുക്കുംബർ തോലിട്ട് ചീകിയെടുത്തു. പക്ഷെ നമുക്കിങ്ങനെ ചീകി കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് അരിഞ്ഞ് കഴിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു എരിവും കൂടി ഉണ്ടാകുമ്പോൾ അത്രയും കൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാൻ സവോളയും കൂടി ഇതുപോലെ ആക്കിയെടുത്തു. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഇതിലത്തെ എല്ലാം നീര് നമുക്ക് ജ്യൂസ് പോലെ ആയിട്ട് കിട്ടും. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് വിനാഗിരി ഇല്ലെങ്കിൽ സുറുക്കില്ലേ, അത് കുറച്ച് ഒഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം. അതിനകത്തിട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.